ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ. എല്ലാ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തണമെന്നും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിന് സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിലെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2204 വാർഡ് നിയോജക മണ്ഡലങ്ങളിലായി 7208 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉള്ളത്. 3395 പുരുഷന്മാരും 3813 വനിതകളും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് ജില്ലയിലാകെ 27,36,817 വോട്ടർമാരാണ് ഉള്ളത്. ആകെ വോട്ടർമാരിൽ 14,59,670 പേർ സ്ത്രീകളും 12,77,120 പേർ പുരുഷന്മാരുമാണ്. 54,204 പേർ കന്നി വോട്ടർമാരാണ്. 27 വോട്ടർമാർ ഭിന്നലിംഗക്കാരും 280 പ്രവാസി വോട്ടർമാരുമാണ്. ജില്ലയിലാകെ 3282 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. പോളിംഗ് ഡ്യൂട്ടിക്കായി 15,753 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 3252 പ്രിസൈഡിംഗ് ഓഫീസർമാരെയും 3282 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും 6564 പോളിംഗ് ഓഫീസർമാരെയുമാണ് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിലാകെ 24 ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ആണ് ഉള്ളത്. അവിടെ തന്നെയാണ് സ്ട്രോങ് റൂംസും പ്രവർത്തിക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ 13,158 ബാലറ്റ് യൂണിറ്റുകളും 4,572 കൺട്രോൾ യൂണിറ്റുകളുമാണ് ഉൾപ്പെടെയുള്ളത്. നമുക്കിതിൽ 25% റിസർവും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ദിവസം നമ്മൾ ഡിസംബർ 11-ാം തീയതി രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും വോട്ടെടുപ്പിൻ്റെ സമയം. വൈകിട്ട് 6 മണി വരെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വോട്ടിന് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വോട്ടർ ID നമ്മൾ 12 IDs സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്യാരി ചെയ്യേണ്ടതാണ്. പിന്നെ വോട്ടെടുപ്പിൻ്റെ ദിവസം എന്തെങ്കിലുമൊക്കെ യന്ത്ര തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 20 ബൂത്തുകൾക്ക് ഒരു സെക്ടർ ഓഫീസർ ഉൾപ്പെടെയുള്ള ടീമിനെ ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു ടീം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജില്ലയിൽ മൊത്തത്തിൽ 214 സെക്ടറുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. പിന്നെ പോളിംഗിൻ്റെ ദിവസം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ 100 മീറ്റർ ഏരിയക്കകത്ത് ക്യാമ്പയിനിങ് പാടില്ലാത്തതാണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് അങ്ങനത്തെ ഒന്നും പാർട്ടികളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇത് 200 മീറ്ററാണ് പഞ്ചായത്ത് ഏരിയയിൽ. അതുപോലെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് 4,757 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. ജില്ലയിൽ സെൻസിറ്റീവായിട്ട് 81 ബൂത്തുകളാണ് ഉള്ളത്. ഈ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകൾ നമ്മൾ പ്രത്യേകമായിട്ടുള്ള വെബ്കാസ്റ്റിംഗ് ഉണ്ടാവും. വെബ്കാസ്റ്റിംഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കൺട്രോൾ റൂം നമ്മൾ കളക്ടറേറ്റിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കൗണ്ടിങ്ങിൻ്റെ ദിവസം 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഡിസംബർ 13 രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നത് ജില്ലാ കളക്ടറേറ്റിലായിരിക്കും. ബാക്കി 24 സെന്റേഴ്സിലായിരിക്കും മറ്റ് കൗണ്ടിങ് നടക്കുന്നത്. 20% ഉദ്യോഗസ്ഥരെ റിസർവായും നിയമിച്ചിട്ടുണ്ട്. 4,757 പോലീസ് ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 24 വോട്ടിംഗ് മെഷീനിൽ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 24 സ്ട്രോങ് റൂമുകളുമുണ്ട്. 13,158 ബാലറ്റ് യൂണിറ്റുകളും 4,572 കൺട്രോൾ യൂണിറ്റുകളും ഉൾപ്പെടെയാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. സെക്ടർ ഓഫീസർമാരുടെ ചുമതലയിൽ 20 പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തി 214 സെക്ടറുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചു. ഡിസംബർ 11 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. വൈകിട്ട് 6 മണി വരെ വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകും. ജില്ലയിലാകെ 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി ഡിസംബർ 13 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുക. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഭരണാധികാരികൾക്ക് നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളാകും എണ്ണുക.
പോളിംഗ് സ്റ്റേഷൻ, വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിനമായ ഡിസംബർ 11 തീയതി ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് 12 തീയതി ഡ്യൂട്ടി ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഡിസംബർ 12 തീയതി സ്ട്രോങ് റൂം, കൌണ്ടിംഗ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. പോളിംഗിന്റെ തലേദിവസമായ ഡിസംബർ 10 തീയതി രാവിലെ 6 മണി മുതൽ 48 മണിക്കൂറും കൌണ്ടിംഗ് ദിനമായ 13 തീയതിയും ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. കൊട്ടിക്കലാശ വേളയിലും വോട്ടെണ്ണൽ വേളയിലും പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നതായും ജില്ലാ കളക്ടർ പറഞ്ഞു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം. You're watching True Line News.